ചാൾസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹൈവേകളിലെ യാത്രകളിൽ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ ഹെവി വാഹനങ്ങളോ ചെറിയ വാഹനങ്ങളോ പോകുന്നത് മൂലം നമുക്ക് സെക്കൻഡോ അല്ലെങ്കിൽ സ്ലോ ട്രാക്കിലോ കൂടി ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ആദ്യത്തെ വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയുടെ ഉദ്ഘാടനത്തിന് ഒരു 10 ദിവസം മുമ്പാണ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഏതാനും സീനുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അന്ന് ഞാൻ അതിൽ സൂചിപ്പിച്ചിരുന്നത് ഈ നിലയ്ക്കാണ് ഇതിൻ്റെ ഉപയോഗമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം കിട്ടില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ പ്രയോജനം അറിയത്തില്ലാത്ത ആൾക്കാർക്കത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതല്ല. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്കോ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കോ വരുമ്പോൾ ധാരാളം ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ക്യാമറ വെച്ചപ്പോൾ പത്രത്തിലും പത്രമാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. എന്നാലും അതിൽ ഓവർ സ്പീഡിനൊക്കെ കുടുങ്ങുന്നവരുണ്ടാവും. ഒരു ട്രാക്ക് മാറി ഓടുന്നതിന് കേസെടുത്തതായിട്ട് എനിക്കറിയില്ല. ഏതായാലും ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ ഇപ്പോൾ ധാരാളം ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ബോർഡുകളും വെച്ചിട്ടുണ്ട്. ഓരോ വാഹനത്തിനും അനുവദനീയമായ സ്പീഡ്. കാറ് ചെറുവാഹനങ്ങൾക്ക് 100 കിലോമീറ്റർ സ്പീഡും മറ്റ് ഹെവി വെഹിക്കിൾസിന് 80 കിലോമീറ്ററുമാണ് അനുവദിച്ചിരിക്കുന്നത്. ആ സ്പീഡിൽ പോകുന്നവർക്ക് കേസോ പ്രശ്നങ്ങളോ പേടിക്കേണ്ടതില്ല. ഇതറിയാതെ പോയി സ്പീഡിൽ പോകുന്നവർക്ക് ഇപ്പോൾ തന്നെ അവർ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഓവർ സ്പീഡ് നോക്കിയിട്ട് വഴിയിൽ തന്നെ നിന്ന് ചാർജ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണാനിടയായി. അതിന് പുറമെ ഈ ട്രാക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ലാതെ ഒരുപാട് പേര് ഫൈനിൽ കുടുങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കാണുക. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ നമ്മുടെ കേരള രജിസ്ട്രേഷൻ 85 രജിസ്ട്രേഷൻ ഫെറോക്ക് രജിസ്ട്രേഷനുള്ളൊരു വണ്ടി ഒരു ചെറിയ മിനി ലോറി മറിഞ്ഞ് വഴിയിൽ നിന്ന് നിവർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഞാൻ ചെന്നപ്പോൾ ഡ്രൈവറും സഹായിയും ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സ്റ്റിയറിംഗ് ലോക്കായിപ്പോയതാണെന്ന് പറഞ്ഞു. ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ മിതവേഗത്തിൽ പോയി ഡിവൈഡറിൽ ഇടിച്ചു കയറിയാണ് വണ്ടി മറിഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ. അതായത് ശരി, അത് നമ്മൾ അതിന് വിശകലനം ചെയ്യാൻ നിൽക്കുന്നതിന് ചില സമയം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. എങ്കിൽ തന്നെ ഈ ലോഡ് വണ്ടി കാലിയാണെങ്കിലും ഫാസ്റ്റ് ട്രാക്കിൽ ഓടാൻ അനുവാദമില്ല. ഇതിനോടനുബന്ധമായി മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു KSRTC സ്വിഫ്റ്റ് ബസ് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വണ്ടിയായിരുന്നു എനിക്ക് തോന്നുന്നു. എതിരെ വന്ന കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെടുകയും ആ ലോറിയിലുണ്ടായിരുന്ന കണ്ടെയ്നർ വന്നിടിച്ച് 10-15 പേര് മരിക്കാനിടയായി. ആ ഡ്രൈവറും കണ്ടക്ടറും ഏതാനും യാത്രക്കാരും മരിച്ചു. അവിടെ ഫാസ്റ്റ് ട്രാക്കിൽ ഓടിയതാണ് ഇതിൻ്റെ അകത്ത് തെറ്റ്. ഈ ലോറികളും മറ്റും എപ്പോഴും ഇടതുവശത്തെ ട്രാക്കിലാണ് ഓടേണ്ടത്, സ്ലോ ട്രാക്കിൽ. അവർക്ക് ഓവർടേക്ക് വേണ്ടി വന്നാലും അവർ സെക്കൻഡ് ട്രാക്കിലേ വരാൻ പാടുള്ളൂ. ഇത് ഏറ്റവും ലോഡും വെച്ചുകൊണ്ട് വളരെ സ്ലോയിലും പോവും. ലോഡില്ലാത്ത വാഹനങ്ങൾ കാറിൻ്റെയോ മറ്റ് വാഹനങ്ങളുടെ സ്പീഡിൽ ഓടുന്നു. അങ്ങനെ പോയി ഉറക്കം വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അപകടമുണ്ടായാൽ ഡിവൈഡറെ കയറി വണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അന്ന് സംഭവിച്ചത് ഡ്രൈവർ ഉറങ്ങി അല്ലെങ്കിൽ ഏതോ കാരണവശാൽ ഇത് ഡിവൈഡറിൽ കയറുകയും ഡിവൈഡറിൽ ലോറി തട്ടി നിന്നപ്പോൾ അതിലിരുന്ന കണ്ടെയ്നർ തെറിച്ചുപോയി ഫാസ്റ്റ് ട്രാക്കിൽ കൂടി വന്നിരുന്ന ബസ്സിലിടിക്കാൻ ഇടയായി. ഒരു വാഹനം ഒരിക്കലും ഫാസ്റ്റ് ട്രാക്കിൽ വരാൻ പാടില്ലാത്തതാണ് ഹെവി വെഹിക്കിൾസ്. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓടുന്നതുകൊണ്ടാണ് അന്ന് അപകടം സംഭവിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏത് ട്രാക്കിലാണ് ഓടേണ്ടതെന്ന് ഡ്രൈവർമാർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ മറിഞ്ഞ വണ്ടിയുടെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 5000 രൂപ ഈ മാസം ഫൈൻ അടച്ചു. കാരണം എന്താണ്? ഞങ്ങൾ ഏത് ട്രാക്കിൽ കയറിയാലും ഞങ്ങൾക്ക് ഫൈൻ അടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ ഓടേണ്ടത് ഏറ്റവും സ്ലോ ട്രാക്കിലാണ്. സ്ലോ ട്രാക്കിൽ മുമ്പിൽ ഏതെങ്കിലും വാഹനം വന്നാൽ സെക്കൻഡ് ട്രാക്കിലേക്ക് മാറി ഓവർടേക്ക് ചെയ്യാം. ഫാസ്റ്റ് ട്രാക്കിൽ പോകാൻ പാടില്ല. പക്ഷേ പല ഡ്രൈവർമാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ അനുവദിച്ചിരിക്കുന്ന 80 കിലോമീറ്റർ സ്പീഡിൽ ഓടണമെങ്കിൽ അത് ഫാസ്റ്റ് ട്രാക്കിൽ മാത്രമാണ് 80 കിലോമീറ്ററിൽ ഓടേണ്ടതെന്നാണ്. ഇവർക്ക് സ്ലോ ട്രാക്കിലും 80 കിലോമീറ്ററിൽ പോകാം. മുമ്പിൽ എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ നേരെ അതിനെ ഓവർടേക്ക് ചെയ്യുക, വലതുവശത്തോടെ ഓവർടേക്ക് ചെയ്ത് വീണ്ടും ഇടതുവശത്ത് ട്രാക്കിൽ വരിക. അപ്പോൾ ഫൈൻ ഒഴിവാകും. ട്രാക്ക് മാറി ഓടുന്നവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫൈൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ യാത്ര ചെയ്യുന്ന ചെറുവാഹനങ്ങളടക്കം പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളിലെ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടതുവശം ചേർന്ന് ഓടുക. നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നിൽ വാഹനം വന്നു നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ അടുത്ത ട്രാക്കിലേക്ക് മാറി ഓവർടേക്ക് ചെയ്തിട്ട് വീണ്ടും ഇടതേ വശത്ത് തന്നെ പോവുക. 80 കിലോമീറ്ററിൽ ഓടാം, അത് ഫാസ്റ്റ് ട്രാക്കിൽ മാത്രമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ട്രാക്കിൽ ഓടാൻ പാടില്ല ഹെവി വെഹിക്കിൾസ്. ഓടുന്ന വണ്ടികൾക്ക് ഫൈനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫൈനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കൃത്യമായ നിയമം പാലിച്ച് സ്ലോ ട്രാക്കിൽ ഓടുക. സ്ലോ ട്രാക്കിൽ എന്തെങ്കിലും തടസ്സം നേരിടുമ്പോൾ വലതേക്ക് മാറി ഓവർടേക്ക് ചെയ്ത് വീണ്ടും ഇടതേക്ക് പോവുക. ഇത് നമുക്ക് ഫൈനിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി നമ്മുടെ ഹെവി വെഹിക്കിൾസ് ഡ്രൈവർമാർ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഗ്രൂപ്പിലോ മറ്റോ ഇട്ട് ഒന്ന്
ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ ഓപ്പൺ ചെയ്യപ്പെടുകയാണ്. വൻ പ്രതീക്ഷയോടെയാണ് നമ്മളതിനെ കാണുന്നത്. എത്ര വേഗം മൈസൂരിലെത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലും ഈ കാണുന്ന കാഴ്ചയിൽ നിന്ന് നിങ്ങൾക്കറിയാം എത്ര ഭാരവാഹനങ്ങൾ ആണ് ഫാസ്റ്റ് ട്രാക്കിൽ പോകുന്നതെന്ന്. നമ്മൾ അവയെ ഓവർടേക്ക് ചെയ്യാൻ ഇടതുവശത്തൂടെ പോകണം. ചപ്പും ചവറും കയറ്റിയ വാഹനങ്ങൾ വരെ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ടോൾ കൊടുത്ത നമ്മൾ ഹെവി വെഹിക്കിൾസിനെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും മൈസൂരിൽ എത്തുക എന്നുള്ളതല്ലാതെ മറ്റ് പ്രായോഗിക വഴികളൊന്നുമില്ല. ഈ നിലയ്ക്കാണ് ഈ റോഡിലെ ട്രാഫിക് മുന്നോട്ട് തുടരുന്നതെങ്കിൽ നമ്മൾ ടോൾ കൊടുക്കാമെന്നുള്ളതല്ലാതെ ഈ റോഡിന് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ലഭിക്കുമെന്ന് കരുതാൻ വയ്യ. ഈ റോഡ് ഉപയോഗിക്കുന്ന എല്ലാ ഡ്രൈവർമാരെയും, ഹെവി വെഹിക്കിൾസിൻ്റെ എന്നല്ല ചെറുവാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രൈവർമാരെയും ഈ ഹൈവേ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ബോധവൽക്കരിക്കുന്നില്ലെങ്കിൽ ഈ റോഡ് കൊണ്ട് സാധാരണക്കാർക്ക് ഒരു പ്രയോജനം ലഭിക്കുകയില്ല. നിങ്ങളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഞാൻ നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു 10-12 ദിവസം മുമ്പ്, വാഹനങ്ങൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഓടാൻ അനുവദിച്ചിരുന്നു. അന്ന് ഞാൻ എടുത്തൊരു വീഡിയോയാണ്. അത് വീണ്ടും ഞാൻ ഒന്നുകൂടി ടെലികാസ്റ്റ് ചെയ്തതാണ്. കൂടാതെ ഇപ്പോൾ ഞാൻ കാണിച്ച ആ KSRTC ബസ് കർണാടകത്തിൻ്റെ ബസ്സാണ്. അതിൽ ഡ്രൈവറും ഫാസ്റ്റ് ട്രാക്കിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നോക്കൂ, ഞാൻ കാർ ഓടിച്ച് പോയ രംഗമാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഒരു ലോറി ഓവർടേക്ക് ചെയ്തു, വന്നു, സെക്കൻഡ് ട്രാക്കിൽ വന്നു, പിന്നീട് ഞാൻ സ്ലോ ട്രാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റുള്ളവർക്ക് സൗകര്യം കൊടുത്ത് എപ്പോഴും നമ്മൾ ഇടതുവശം ചേർന്നാണ് വാഹനങ്ങൾ ഓടിക്കേണ്ടത്. ഇത് ഹെവി വെഹിക്കിൾസിന് മാത്രം ബാധകമാകുന്ന ഒരു നിയമമല്ല. എല്ലാ വാഹനങ്ങളും ഇന്ത്യയിലെ നിയമപ്രകാരം ഇടതുവശത്തൂടെയാണ് ഓടുന്നത്. ഇടതുവശത്തെ ട്രാക്കിൽ കൂടെ ഓടുക. ഈ കാറാണെങ്കിലും നമുക്ക് അനുവദിച്ചിരിക്കുന്ന 100 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ഇടത്തെ ട്രാക്കിൽ തന്നെ പോകാം. മുൻപിൽ തടസ്സം വരുമ്പോൾ നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് മാറാം. വീണ്ടും ആ ട്രാക്കിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ 6 ലൈനുള്ള ഭാഗത്താണ് ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ കയറി നമ്മൾ വേഗം തന്നെ നമ്മുടെ ഇടതുവശത്തെ റോഡ് കാലിയാണെങ്കിൽ വേഗം വരേണ്ടതുണ്ട്. കാരണം നമ്മളെക്കാൾ വേഗത്തിൽ വരുന്ന ഒരാൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകണമെങ്കിൽ ആ റോഡ് കാലി കിടക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ഈ ട്രാഫിക് സംവിധാനം സുഗമമാകുള്ളൂ. നമ്മൾ ടോൾ കൊടുത്ത് നമ്മൾ കേരളത്തിലേക്കോ ഏതെങ്കിലും ഭാഗത്തേക്കോ യാത്ര ചെയ്യുമ്പോൾ എത്രയും വേഗം എത്താനാണ് നമ്മൾ ഈ ടോള് കൊടുത്ത് നല്ല റോഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ റോഡിനെ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ ഞാനൊരു മണ്ടനാണ്, എനിക്ക് നിയമം പറഞ്ഞുകൂടാന്ന് പ്രഖ്യാപിക്കുകയാണ് അവിടെ. അതുകൊണ്ട് ചെറുവാഹനങ്ങളും എപ്പോഴും ഇടതുവശത്തെ റോഡിൽ കൂടെ ഓടുക. നിങ്ങൾക്ക് തടസ്സം വരുമ്പോൾ, അത് തടസ്സം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുമ്പിൽ ഒരു ലോറിയോ, എപ്പോഴും സ്ലോ ട്രാക്കിൽ ലോറി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലോറിയുടെ പിന്നിലെത്തുമ്പോൾ വലത്തേക്ക് മാറുന്നു, ഓവർടേക്ക് ചെയ്യുന്നു, വീണ്ടും ലെഫ്റ്റ് കാലിയാണെങ്കിൽ മാറുന്നു. അല്ല, നമ്മുടെ ഇടതുവശത്ത് വീണ്ടും തുടർച്ചയായ വാഹനങ്ങളുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുക. അതിലെന്തെങ്കിലും തടസ്സം വന്നാൽ മാത്രമേ ഫാസ്റ്റ് ട്രാക്കിൽ പോകാൻ പാടുള്ളൂ. ഫാസ്റ്റ് ട്രാക്കിൽ സ്ഥിരമായിട്ട് ഓടുന്നത് തെറ്റാണ്. ഞാൻ മണ്ടനാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത്.